പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഞാൻ ഒരു വാക്യം വായിച്ചിട്ട് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നു. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഈ വേദവാക്യത്തിൽ നിന്ന് നമ്മൾ അടുത്ത് തന്നെ പല പ്രാവശ്യം കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്കിലും ആ വാക്യത്തിലെ ഒരു പദം മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. നമുക്ക് ചുറ്റുമുള്ള നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം. സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്ന് പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ പറയുന്ന 11-ാം അധ്യായത്തിലെ കാര്യങ്ങൾ അതൊക്കെ ഞാൻ പറയുന്നു. ഒക്കെ നമുക്കറിയാം. ആ സാക്ഷികളിൽ നിന്ന് ഒരു വ്യക്തി മാത്രം എടുത്ത് അല്പസമയം ദൈവസന്നിധിയിൽ വെക്കുവാൻ, നിങ്ങളുടെ മുമ്പിൽ ചില കാര്യങ്ങൾ പറവാൻ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു. അതില് 11-ാം അധ്യായത്തിലെ മോശയെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. മോശ എന്നൊരു വ്യക്തി എടുത്ത് കാണിക്കുകയൊന്നുമല്ല, പക്ഷെ മോശയുടെ ജീവിതത്തിലൂടെ ദൈവം പ്രവർത്തിച്ച ചില പ്രവൃത്തികൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അത് എങ്ങനെ അനുഗ്രഹമായി തീരും, എങ്ങനെ നമുക്ക് ദൈവസന്നിധിയിൽ അതൊക്കെ നമുക്ക് മുതൽക്കൂട്ടായി തീരുവാൻ എങ്ങനെയാണ് എബ്രായ ലേഖനകാരൻ നമ്മളോട് പറയുന്നത് എന്നൊന്ന് മനസ്സിലാക്കുവാനായിട്ട് അതിനായി ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടിരിക്കാം. നമുക്കറിയാം, ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരുടെ ആത്മീക വർധനവിനായിട്ടാണ് ഈ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയ വിശ്വാസ വീരന്മാരുടെ ഈ പട്ടിക അതങ്ങനെ ഉള്ളത്, അതങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് ഒക്കെ ആത്മീയ വർധനനായി, നമ്മെ ബലപ്പെടുത്തുവാനായിട്ട്. അതിനുവേണ്ടിയാണ് ആ വിശ്വാസ വീരന്മാർ ഏത് തലത്തിലാണ് അവരുടെ വിശ്വാസം പ്രകടമാക്കിയതെന്ന് അവിടെ നമുക്ക് വാക്യങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ഇതിൽ ഒരു പ്രത്യേകതയുള്ളത്, ഇവരുടെ ഒക്കെ ഈ പറയുന്ന വിശ്വാസ വീരന്മാരുടെ, പഴയ നിയമത്തിലെ വിശ്വാസ വീരന്മാരാണല്ലോ അവിടെ കാണുന്നത്, ഇവരുടെ ഒക്കെ വിശ്വാസ ജീവിത അനുഭവങ്ങൾ ഇന്നത്തെ ക്രിസ്തുമത വിശ്വാസികളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഇന്നത്തെ ക്രിസ്തുമത വിശ്വാസി എന്ന് പറയുമ്പോൾ വിളിച്ച് വേർതിരിക്കപ്പെട്ട അല്ലെങ്കിൽ വേർപാട് അനുഷ്ഠിക്കുന്നു എന്ന് പറയുന്ന നമ്മളിൽ നിന്ന് പലരെക്കാളും, നമ്മൾ എല്ലാവരെയും ഞാൻ അടച്ചു പറയാൻ പറ്റത്തില്ലല്ലോ, കാരണം എന്നും ശേഷിപ്പ് എന്ന് പറയുന്നത് എപ്പോഴും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പലരെക്കാളും, ഇപ്പോൾ വിശ്വാസ സമൂഹത്തിലുള്ള പലരെക്കാളും വളരെ വ്യത്യസ്തമാണ്. നമുക്കറിയാം, ലോകപ്രകാരം വളരെ സുരക്ഷിതമായ ചുറ്റുപാടുകളിൽ നിന്ന് വിശ്വാസ ജീവിതത്തിന് വേണ്ടി അരക്ഷിതമായ, ഒരു സുരക്ഷിതത്വവുമില്ലാത്ത അരക്ഷിതമായ അനുഭവങ്ങളെ, ജീവിതാനുഭവങ്ങളെ തിരഞ്ഞെടുത്തവരാണ് ഇവരിൽ മിക്ക പേരും. ഈ 11-ാം അധ്യായത്തിൽ പറയുന്ന ഈ വിശ്വാസ വീരന്മാരെല്ലാം വളരെ സുരക്ഷിതമായ, വളരെ ഒരു പ്രയാസവുമില്ലാത്ത ഏറ്റവും ശ്രേഷ്ഠമായ അങ്ങനെയുള്ള നല്ല ചുറ്റുപാടുകളിൽ നിന്ന് വിശ്വാസ ജീവിതത്തിന് വേണ്ടി തങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തികയ്ക്കുവാൻ വേണ്ടി അരക്ഷിതമായ, ഒരു ഉറപ്പുമില്ലാത്ത, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത ചില അനുഭവങ്ങളെ തെരഞ്ഞെടുത്ത ഭക്തന്മാരാണെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവരുടേതായ കാലഘട്ടത്തിൽ അവർ ജീവിച്ചിരുന്ന ആ സമയങ്ങളിൽ വളരെ വിചിത്രമായ വഴികളെ തെരഞ്ഞെടുത്ത് വിചിത്രമായ അനുഭവങ്ങളിൽ കൂടി ജീവിച്ചവരാണ് അവരെല്ലാം. വിചിത്രമായ വഴികൾ, നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, നമുക്ക് പോകാൻ ഒരിക്കലും സാധ്യതയില്ലാത്ത, നമ്മൾ ഒരിക്കലും തീരുമാനമെടുത്ത് സ്റ്റെപ്പ് വെക്കാൻ ഇടയില്ലാത്ത അങ്ങനെയുള്ള വിചിത്രമായ വഴികളെ തിരഞ്ഞെടുത്ത് ആ അനുഭവങ്ങളിൽ കൂടെ കടന്നുപോയവരാണ് അവരെല്ലാവരും. അവരെ പ്രേരിപ്പിച്ചതും അതിൽ ജയം പ്രാപിക്കുവാൻ ഇടയായതും അവർ ദൈവമുഖത്തു നിന്ന് പ്രാപിച്ച ദൈവിക വെളിപ്പാടുകളാണ്, ദൈവിക നിർദ്ദേശങ്ങളാണ്, കർത്താവിൽ വിശ്വസിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവരെ വിശ്വാസ വീരന്മാർ എന്ന നിലയിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അവരുടെ കാലഘട്ടത്തെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ ഇന്ന് ഉള്ളത് നമ്മളെ നോക്കുകയാണെങ്കിൽ, ഇന്ന് ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ഞാനൊരു വാക്ക് ഞാൻ പറഞ്ഞല്ലോ. ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും ഒക്കെ അരക്ഷിതമായ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്. നമുക്ക് അതിനുവേണ്ടിയാണ് നമ്മൾ വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നത് പോലും, നമ്മൾ പ്രയോഗിക്കുന്നത് പോലും അതിനു വേണ്ടിയാണ്. നമ്മുടെ മുമ്പിലുള്ള അരക്ഷിത അനുഭവങ്ങളെ അല്ലെങ്കിൽ പ്രയാസങ്ങളെ, കഷ്ടങ്ങളെ, അതിനെയൊക്കെ ഒന്ന് സുരക്ഷിതമാക്കി എല്ലാം ഒരു നല്ല കാലമായി തീരേണ്ടതിന്, ഈ ഭൂമിയിൽ ഒരു നല്ല അന്ത്യം പ്രാപിക്കേണ്ടതിന്, അങ്ങനെയുള്ളൊരു ആ തലത്തിലാണ് നാം വിശ്വാസം പ്രാക്ടീസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ ഇടയിൽ മുഴങ്ങി കേൾക്കുന്ന പ്രാർത്ഥനകൾ മിക്കവാറും, അല്ലെങ്കിൽ ദൈവവചന കോശങ്ങൾ, ഇങ്ങനെയൊക്കെ അതിനു വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ആ നിലയിലുള്ളതാണ് പല സന്ദർഭങ്ങളും നമ്മൾ കേൾക്കാറുള്ളത്. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇപ്പം വ്യത്യാസം വന്നിട്ടുണ്ട്. വളരെ ഇപ്പോൾ ഞാൻ ഇനി അങ്ങനെയുള്ള ശ്രദ്ധിക്കണമെന്ന് എനിക്കറിയില്ല, എങ്കിലും ഒരു വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അടുത്ത കാലങ്ങളിൽ ഈ മെസ്സേജുകൾക്കൊക്കെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതിന് പ്രധാനമായ ഒരു കാരണം ചിലപ്പോൾ കൊറോണ ആയിരിക്കാം. കൊറോണ വന്നതുകൊണ്ടോ അല്ലെങ്കിൽ
കൈവഴക്കം കൊണ്ട് ഇങ്ങനെയുള്ള കാപട്യ ശുശ്രൂഷകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ലോകത്തിലെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന നിലയിലുള്ള പ്രസംഗങ്ങളും പ്രാർത്ഥനകളും അതിലുള്ള ആ കാപട്യങ്ങളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. ആൾക്കാർ അതിനെയൊക്കെ വിവേചിക്കുവാൻ തുടങ്ങിയത് കൊണ്ടുമായിരിക്കാം അതിനൊക്കെ ഒരു കാരണമായി തീർന്നത്, ഈ കാലത്തുള്ള വ്യത്യാസത്തിന് കാരണമായി തീർന്നത്. ഞാൻ ഇപ്പൊ പറഞ്ഞു, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇസ്രായേലിന്റെ അനുഭവത്തിൽ, ഇസ്രായേൽ ജനങ്ങളുടെ അനുഭവത്തിലെ അവരുടെ ഏറ്റവും വലിയ ലീഡർ അല്ലെങ്കിൽ ഗ്രേറ്റ് ലീഡർ എന്നറിയപ്പെടുന്ന മോശയുടെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പും ദൈവം തന്നെ നടത്തിയ വിധങ്ങളിൽ കൂടിയുള്ള അവന്റെ ആ ക്രിസ്തീയ വിശ്വാസം അല്ലെങ്കിൽ ഒരു വിശ്വാസം പരമാർത്ഥ ആ വിധങ്ങളിൽ കൂടി നമ്മുടെയൊക്കെ ക്രിസ്തീയ വിശ്വാസ ജീവിതം എങ്ങനെയാ കൊണ്ടുപോകണം, അല്ലെങ്കിൽ പരമാർത്ഥയോടെ കൊണ്ടുപോകുന്ന ദൈവഭക്തർക്ക് അതെങ്ങനെ പ്രയോജനവും പ്രചോദനവുമാകും എന്നുള്ളത്. നമുക്കത് പ്രയോജനമാകണം, നമ്മളത് പ്രചോദിപ്പിക്കണം. ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ മെസ്സേജ് ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയിലാണ് ദൈവാത്മാവ് എന്നെ അതിലേക്ക് കൊണ്ടുപോകുന്നത്. നമുക്ക് ആ വേദഭാഗത്തിലേക്ക് തന്നെ വരാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വായിച്ചത് 23-ാം വാക്യമാണ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. ഞാൻ ആ വാക്യം ഒന്നും കൂടെ വായിക്കുന്നു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഇവിടെ പറയുന്ന വിശ്വാസം മോശയുടേതല്ല. അവിടെ വിശ്വാസത്താൽ മോശയുടെ ജനനത്തിൽ ശിശു സുന്ദരൻ അമ്മയപ്പന്മാർ കണ്ടു. അമ്മയപ്പന്മാരുടെ ആ വിശ്വാസമാണ്, അതായത് അവന്റെ മാതാപിതാക്കളുടേതാണ് ഇവിടെ പറയുന്ന ഈ വിശ്വാസം. അതുപോലെ ഇവിടെ പറയുന്ന ശിശു സുന്ദരൻ എന്ന ഈ പ്രയോഗത്തിന് കേവലം ഭൗതിക സൗന്ദര്യം മാത്രമല്ല അർത്ഥമാക്കുന്നത്, അതിനേക്കാൾ അവന്റെ മേലുള്ള നിയോഗങ്ങളെയാണ്, അവനിൽ കൂടെ ദൈവം ചെയ്തെടുക്കുന്ന പ്രവൃത്തികളെയാണ് ആ ശിശു സുന്ദരൻ എന്നുള്ള ആ പദം കൊണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. അതിനെ, അവന്റെ മേലുള്ള നിയോഗത്തെ, അവന്റെ മേൽ പകർന്നിരിക്കുന്ന ദൈവിക പദ്ധതികളെ, ആ പ്രൊജക്ടിനെ, അതില്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഹിതങ്ങളെ, അതിനെ വിശ്വാസത്താൽ ദൈവത്തിൽ സംരക്ഷിക്കപ്പെടുമെന്നുള്ള ആ ഒരു വെളിപ്പാട് മോശയുടെ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചു. അതിനെ അവർ വിശ്വാസത്തോടെ അതിനെ കൈകാര്യം ചെയ്ത് അവർ മുന്നോട്ട് പോകുന്നെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അന്നേരം ഇവിടെ മോശയുടെ മാതാപിതാക്കളുടെ ഉണ്ടായിരുന്ന വിശ്വാസം എന്ന് പറയുന്നത് ആ മോശയിലൂടെയുള്ള ഒരു ദൈവിക പ്രവൃത്തി, ദൈവം അവനിലൂടെ ചെയ്തെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ദൈവിക മർമ്മങ്ങൾ അല്ലെങ്കിൽ ദൈവിക ആ ഹിതങ്ങൾ, അതൊക്കെ ദൈവത്താൽ തന്നെ സംരക്ഷിക്കപ്പെടുമെന്നുള്ള ഒരു വിശ്വാസമുണ്ട്. അതുകൊണ്ട് അവർ ചെയ്തു, അവർ 3 മാസം കുഞ്ഞിനെ ഒളിപ്പിച്ചു വെക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ഇങ്ങനെയാണ്: നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക സമ്പത്തിനെ, അതായത് നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളാകട്ടെ, നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മാക്കളാകട്ടെ, നമുക്ക് വ്യക്തിപരമായി ഇടപെടാൻ കഴിയുന്ന അല്ലെങ്കിൽ ആത്മീയ സ്വാധീനം വരുത്താൻ കഴിയുന്ന ഏതൊരു വ്യക്തിയുമാകട്ടെ, അത് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവിക സമ്പത്താണ്. അതിനെ വിശ്വാസത്തിൽ സൂക്ഷിക്കണം, വിശ്വാസത്താൽ തന്നെ അതിനെ സൂക്ഷിക്കണം. അതിന്മേലുള്ള ഒരു പൂർത്തീകരണം അത് എപ്പോ വരുന്നോ അന്ന് വരെ നാം അതിനെ സൂക്ഷിക്കുക. അതൊരു ചെറിയ കാലഘട്ടത്തിലേക്ക്, ഈ പറയുന്ന മോശയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഒരു ചെറിയ കാലഘട്ടത്തിലേക്കാണ്. അതൊരു 3 മാസത്തിന് ശേഷം, അതിനുശേഷം മോശ കൊട്ടാരത്തിലെത്തിയതുപോലെ പുതിയ അനുഭവങ്ങളിലേക്ക് അവർ നടത്തപ്പെടും. പ്രിയമുള്ളവരെ, ഇവിടെ പറയുമ്പോൾ ഞാനൊരു ദൈവിക സമ്പത്ത് എന്നുള്ളൊരു പദം ഞാൻ പറഞ്ഞു, ദൈവിക സമ്പത്ത്. കാരണം ഒരാത്മാവ് ദൈവസന്നിധിയിൽ സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. അത് ദൈവത്തിന്റെ സ്വന്തം സമ്പത്താണ്. ആ വിലയേറിയ ആത്മാവിനെ സംരക്ഷിക്കുവാൻ ലോകത്തെ മുഴുവൻ നശിപ്പിക്കുകയും കർത്താവ് നശിപ്പിക്കും. അതിന് കാരണം ആ വിലയേറിയതായ ആത്മാവിനെയാണ് അവൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വിലയേറിയ ദൈവിക സമ്പത്തിനെ, അതിനെ വിശ്വാസത്താൽ സൂക്ഷിക്കണം. ഞാൻ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഓരോരുത്തരും പറയട്ടെ, നമ്മളെ ഓരോരുത്തരും ദൈവം ആ നിലയിൽ കൊണ്ടുപോകേണ്ടതിന് നമ്മളെ ദൈവത്തിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് ആത്മീക സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ റിലേറ്റീവ്സ്, നമ്മുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ആരുണ്ടോ അവരിലൊക്കെ വിശ്വാസത്താൽ അവരെ പ്രാർത്ഥിച്ചും ദൈവത്തിന്റെ കരങ്ങളിൽ കൊടുത്തും അവരെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അല്പസമയം കഴിയുമ്പോൾ അവർ പുതിയ അനുഭവങ്ങളിലേക്ക്, പുതിയ ദൈവകൃപയിലേക്ക്, പുതിയ ദൈവിക സന്ദർഭങ്ങളിലേക്ക് അവരെ ദൈവം കൊണ്ടുപോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മോശയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമുക്ക് വളരെ കൃത്യമാണ്. അവൻ രാജകൊട്ടാരത്തിൽ എത്തപ്പെട്ടത് വളരെ ഒരു പ്രത്യേക ഒരു പ്ലാൻ, നാടകം എഴുതിയുണ്ടാക്കുന്നത് പോലെ, അത് സ്ക്രിപ്റ്റ് എഴുതിയുണ്ടാക്കുന്നത് പോലെ അതങ്ങനെ നടക്കും. അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. മോശയുടെ പിതാക്കൾക്ക് മാതാപിതാക്കളെ ഏൽപ്പിക്കുന്നത് ഒരു ചെറിയ പ്രവൃത്തി മാത്രമേ ഉള്ളായിരുന്നു. ഈ മോശയുടെ മാതാപിതാക്കളെ ഏൽപ്പിച്ചത് പൂർത്തീകരിക്കുവാൻ രാജകൽപ്പന അവർക്ക് തടസ്സമായിരുന്നില്ല. നമുക്കറിയാം അവിടെ ഒരു രാജകൽപ്പനയുണ്ട്.
അത് എന്താണ്? കുഞ്ഞുങ്ങളെ വളർത്തരുത്, കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ ഇട്ടുകളയണമെന്നുള്ള ഒരു രാജകൽപ്പന. പക്ഷെ ആ രാജകൽപ്പന ഒരിക്കലും അവർക്ക് ഒരു തടസ്സമായിരുന്നില്ല. അവർ അതിനെ ഭയപ്പെട്ടില്ല എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നാം തയ്യാറായാൽ ചില സന്ദർഭങ്ങളിൽ ദൈവകൽപ്പന അനുസരിക്കുന്നത് വിരോധമായി അതിനൊക്കെ അല്ലെങ്കിൽ നമ്മൾ ദൈവകൽപ്പന അനുസരിച്ച് ദൈവകൃപയിൽ വളർന്നു വരുവാൻ, നമ്മൾ മുന്നോട്ട് വരുവാൻ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിന് വിരോധമായി നിൽക്കുന്ന ഇങ്ങനെയുള്ള ഈ പ്രവൃത്തികൾ, അല്ലെങ്കിൽ ഈ ലോക നിയമങ്ങളെ, അതിനെയൊക്കെ ചെയ്യുന്നുണ്ട് ദൈവം നമുക്ക് വേണ്ടി അനുകൂലമായി മാറ്റിയെടുക്കുമെന്നുള്ളത് കർത്താവ് ഈ വചനങ്ങളിലൂടെ നമുക്കൊരു ഉറപ്പ് തരികയാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകുവാനായിട്ട് ഏൽപ്പിക്കാം. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൽപ്പനകൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ പൂർത്തീകരണം എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചതിനെ വിശ്വാസത്തിൽ സംരക്ഷിക്കുമ്പോൾ അതിനെതിരെ വരുന്ന നിയമങ്ങളെ, അതിനെയൊക്കെ ദൈവം അനുകൂലമാക്കി മാറ്റുവാൻ ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. അതാണ് ഈ വചനത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ആത്മാവിൽ ശക്തിപ്പെടട്ടെ, ദൈവവചനത്തിൽ ബലപ്പെടട്ടെ. നമുക്ക് ആ കർത്താവിന്റെ ആ പറയുന്ന ആ വാഗ്ദത്തങ്ങളിൽ അതിലൊന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നത് ഒന്ന് സംരക്ഷിക്കുവാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം. അതിനെ ദൈവം സൂക്ഷിക്കും. ബാക്കി കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് ദൈവമാണ്. കാരണം വിശ്വാസം എന്നത് ഒരിക്കലും ഒരു ശ്രേഷ്ഠതയല്ല. എങ്കിലും അത് നമ്മൾ വിശ്വാസത്താൽ നാം ദൈവത്തോട് സമീപിക്കുമ്പോൾ ദൈവം അതിനെ പൂർത്തീകരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്നും ഭക്തന്മാരുടെ ജീവിതങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടും കണ്ടിട്ടും ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അതിനെയൊക്കെ ദൈവം അനുകൂലമാക്കി ദൈവം അതിനെ പൂർത്തീകരിക്കുന്നത് കാണുവാനായിട്ട് നമുക്ക് ഇടവരുന്നുണ്ട്. ഇവിടെ പൈതലിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. ഈ മോശയെ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ എല്ലാം ആത്മീയ ജീവിതത്തിൽ മറ്റൊരു വ്യക്തിക്ക്, ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്ന മോശയുടെ മാതാപിതാക്കളുടെ തലത്തിൽ നിന്നായിരുന്നു. ഇനി മോശ എന്നുള്ള തലത്തിലേക്ക് ഞാൻ വരികയാണ്. മോശയുടെ ജീവിതത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ എല്ലാം ജീവിതത്തിൽ വരികയാണെങ്കിൽ മറ്റൊരു വ്യക്തിക്ക് സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഒരു കാലമുണ്ട്. എന്നെ കൊണ്ട് സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു കാലം. ആ കാലം അത് തക്കത്തിന് വിനിയോഗിക്കണം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രിയിൽ നിങ്ങൾ കേൾക്കുന്ന ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷമായോ എന്തെങ്കിലും ആത്മീയ സ്വാധീനം വരുത്തുവാൻ ആരെങ്കിലും നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിനെ ആത്മാവിൽ വിവേചിച്ച് ആ ചെറിയ കാലം കൊണ്ട് ഒരു ആത്മീയ പക്വതയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ സമർപ്പിക്കുക. അങ്ങനെ ഒന്ന് ഒരുങ്ങി വരുവാൻ ആ ചെറിയ സമയം കൊണ്ട് ആ പക്വത പ്രാപിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. അതായത് മറ്റൊരു വ്യക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് നമ്മുടെ ആത്മാവിന്റെ മണ്ഡലത്തിൽ. കാരണം നമ്മുടെ ആത്മാവ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ വേറൊരു മനുഷ്യന്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതല്ല. അത് ഈ സർവ്വലോകത്തെക്കാളൊക്കെ വിലയേറിയതാണ്. അതുകൊണ്ട് അതിന്റെ മേലൊരു പ്രവർത്തനത്തിന് ഒരു ചെറിയ പ്രവൃത്തി മാത്രമേ നമുക്കൊക്കെ ചെയ്തെടുക്കാൻ കഴിയുള്ളൂ. പക്ഷെ അത് ചെയ്തെടുക്കുന്ന ആ സമയത്ത് അതിന് വഴങ്ങിക്കൊടുത്ത് ആ സമയം കൊണ്ട് തന്നെ ആ ഹിതം പോലെ ഒന്ന് ഒരുങ്ങി വരുവാൻ നമുക്കൊരു പക്വത പ്രാപിപ്പാനായിട്ട് നമുക്ക് ഇടവരട്ടെ. പിന്നീട് ഈ ഒരു കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു ചെറിയ കാലഘട്ടത്തിലേക്ക് അതേ ഉള്ളൂ. ആ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ദൈവവും താനും അല്ലെങ്കിൽ ദൈവവും നേരിട്ടുള്ള ഒരു പക്വതയിലേക്ക്, വേറൊരു തലത്തിലേക്ക് അത് മാറും. ദൈവത്തിന്റെ പുതിയ പദ്ധതികളിലേക്ക്, ദൈവത്തിന്റെ പുതിയ വഴികളിലേക്ക് അത് കയറി പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മോശയെ 3 മാസം ഇവർ ഒളിപ്പിച്ചു വെച്ചില്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ജനിച്ച പാടെ അവർ ഉപേക്ഷിച്ചിരുന്നെങ്കിൽ ആ പദ്ധതി നടക്കത്തില്ലായിരുന്നു. പക്ഷെ 3 മാസം അവരെ കൊണ്ട് ഒളിപ്പിച്ചു വെക്കണമായിരുന്നു. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ ദൈവം പുതിയൊരു പദ്ധതി തുടങ്ങി, പുതിയ വഴിയിലേക്ക് അവരെ കൊണ്ടുപോയി എന്ന് പറഞ്ഞതുപോലെ ആത്മീയ ജീവിതത്തിലും നമ്മളെ സഹായിക്കുവാനും നമ്മളെ നടത്തുവാനും നമ്മളെ കൊണ്ടുവരുവാനും ഉള്ളവരുടെ ആ ചെറിയ കാലഘട്ടത്തെ, ഞാൻ ആദ്യം അത് ചെയ്യുന്നവരുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പറഞ്ഞു, ഇനി അത് ഏൽക്കുന്നവരുടെ ഉത്തരവാദിത്തം ഞാൻ പറയുന്നത് ആ ചെറിയ കാലഘട്ടം കൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കുവാനും അതിനടുത്ത് ഒരുങ്ങി വരുവാനുമായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. 1-2 ഉദാഹരണങ്ങളൂടെ ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകട്ടെ. നമുക്കറിയാം ശമൂവേൽ പ്രവാചകന്റെ ജീവിതത്തിൽ, ശമൂവേൽ പ്രവാചകൻ ആദ്യത്തെ ദർശനം കാണുന്ന സമയത്ത് അവിടെ സംഭവിക്കുന്നത് ആ ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുന്ന യഹോവയുടെ ശബ്ദം അത് ഏലിയാണെന്ന് 2 പ്രാവശ്യം ശമൂവേൽ തെറ്റിദ്ധരിച്ചു. എന്നാൽ 3-ാമത്തെ പ്രാവശ്യം വിളിക്കുന്നതിന് മുമ്പ് ഏലി പറഞ്ഞു, ഇനി വിളിക്കുകയാണെങ്കിൽ കർത്താവെ സംസാരിക്കണമേ എന്ന് പറയുന്നുണ്ട്. ആ ശമൂവേലിനോട് അങ്ങനെ പറഞ്ഞ് ഏലി നിർദ്ദേശിക്കുന്ന ആ സന്ദർഭം നമുക്കറിയാം. പ്രിയമുള്ളവരെ, അങ്ങനെ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നതിലൂടെ ഏലിയുടെ ശുശ്രൂഷ കഴിഞ്ഞു. അതോടുകൂടി ശമൂവേൽ പുതിയൊരു തലത്തിലേക്ക് കയറുകയാണ്. കർത്താവുമായിട്ട് നേരിട്ട് സംസാരിക്കുകയാണ്. പിന്നെ കർത്താവും
ശമൂവേലും തന്നെയുള്ള പുതിയൊരു അനുഭവത്തിലേക്ക് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, വേറൊരു നിലയിലേക്ക് അത് പോകുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ആ ശമൂവേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ആത്മീയരായവരുടെ കുറവും മറ്റ് സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ യഹോവയുടെ വചനം ദുർലഭമായിരുന്ന ആ കാലത്ത് ദേശത്തിലും യഹോവയുടെ വചന വെളിപ്പാടുമായി ശമൂവേലിനെ നിർത്തുവാൻ ദൈവം ഇടയാക്കിയത് ഈ ഏലിയുടെ ഈ ഒരു ചെറിയ ഒരൊറ്റ വാക്ക്, ഇനി വിളിക്കുമ്പോൾ നീ എന്ത് ചെയ്യണം, കർത്താവെ നീ സംസാരിക്കണമേ എന്ന് പറഞ്ഞ് കർത്താവിന്റെ കരത്തിലേക്ക് വരിക. അത് മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് അവിടെ നിന്നുള്ള വളർച്ചയൊക്കെ ദൈവം ശമൂവേലുമായിട്ട് നേരിട്ടായിരുന്നു. അതെ, ആ ഒരു ഉദാഹരണമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് പറഞ്ഞുള്ളൂ. മറ്റൊരു ഉദാഹരണം നമുക്ക് കാണാൻ കഴിയുന്നത് യോസെഫിനെ കുറിച്ചാണ്. യോസെഫിനെ അറിയാൻ, യാക്കോബിന്റെ ഇളയപുത്രനായ ഈ യോസെഫ്, അവൻ ചില ദർശനങ്ങൾ കണ്ടു. അവൻ മുന്നോട്ട് വരുവാനായിട്ട് ആഗ്രഹിച്ചു. മുന്നോട്ട് വരുവാൻ ആഗ്രഹിക്കാൻ വേണ്ടി അവനെന്ത് ആ കാര്യങ്ങൾ തന്റെ സഹോദരന്മാരുമായിട്ട് തന്റെ പിതാവുമായിട്ടും ഒക്കെ ഷെയർ ചെയ്തു. മകനിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഗ്രഹിച്ച തന്റെ പിതാവായ യാക്കോബ് അവനെ ശാസിച്ചു, ഇങ്ങനെയൊക്കെയാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഹൃദയത്തിൽ സംഗ്രഹിച്ച് അവനെ വീണ്ടും അവന് നല്ല വസ്ത്രങ്ങളെയൊക്കെ കൊടുത്ത് അവനെ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ തനിക്ക് ലഭിച്ച ഈ നല്ല വസ്ത്രങ്ങൾ, നല്ല സാഹചര്യങ്ങൾ, അതിൽ നിന്നൊക്കെ പിന്നെ യോസഫ് കാണുന്നത് സ്നേഹത്തോടെ തന്റെ അപ്പൻ കൊടുത്ത ആ ഉടുപ്പ് അഴിച്ചു മാറ്റുന്ന തന്റെ ചേട്ടന്മാരെയാണ്, തന്റെ സഹോദരന്മാരെയാണ്. അന്നേരം ആ നല്ല സാഹചര്യത്തിന്റെ ഒരു പീരീഡ് ഉള്ളായിരുന്നു. അവിടുന്ന് യോസഫിനെ മാറ്റിയിട്ട് പ്രിയമുള്ളവരെ തന്റെ സ്വപ്നങ്ങളിലേക്ക്, തന്റെ വാക്തത്വങ്ങളിലേക്ക്, ദൈവീ നിവൃത്തിയുടെ പൂർത്തീകരണത്തിലേക്ക് കർത്താവ് ആ ദൗത്യത്തിലേക്ക് തന്നെ കൊണ്ടുപോകുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ ആ ചരിത്രം മുഴുവൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയുന്നുണ്ടോ. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്ന ചെറിയ സാഹചര്യങ്ങൾ, അത് ഏറ്റവും ആയിക്കൊള്ളട്ടെ, അതും ദൈവത്താൽ തന്നെയാണ്. എന്നാൽ അതിനുശേഷം നേരിട്ടുള്ള ആത്മീക അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകും. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വിശ്വാസവീരന്മാരുടെ ആ പട്ടികയെ, വിശ്വാസവീരന്മാരുടെ ആ അനുഭവത്തിൽ നിന്ന് പഠിക്കാനുള്ള കാര്യം, ഇങ്ങനെയുള്ള ചെറിയ ഒരു കൈത്താങ്ങ്, ചെറിയ ഒരു പിന്തുണ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അന്ത്യം വരെ കൊണ്ടെത്തിക്കുന്ന ആ കർത്താവിന്റെ കരത്തിൽ ആശ്രയിച്ച് ആ ആത്മീയ മെച്യൂരിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ആത്മീയ പക്വതയിലേക്ക് വരുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കുക. അതുപോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അതുപോലെ നാം മറ്റുള്ളവരെ ആത്മീയമായി കരുതുന്നവരാകണം. നമ്മുടെ ഉത്തരവാദിത്വമാണ്. നാം ഒരാളിൽ നിന്ന് ദൈവകൃപ പ്രാപിച്ച് വളരുവാനായിട്ടുണ്ടെങ്കിൽ അതേപോലെ മറ്റുള്ളവരെ വളർത്തുവാനും കരുതുവാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടവരട്ടെ. അതിനായി നമ്മുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ഞാൻ അത് പറഞ്ഞു വന്നത്, ദൈവം ഒരുക്കുന്ന സാഹചര്യത്തിൽ കൂടെ നാം ഒരു ആത്മീയ പക്വത പ്രാപിക്കണം. അതിന് ഉപോത്പകമായി അതിനോട് ചേർന്ന് നിൽക്കുന്ന ചില വാക്യങ്ങൾ, കൊരിന്ത്യയിൽ പൗലോസിന്റെ ചില വാക്യങ്ങളോട് ഞാൻ വായിച്ച് മുന്നോട്ട് വരട്ടെ. കൊരിന്ത്യ ലേഖനത്തിന്റെ 1 കൊരിന്ത്യ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. പ്രിയമുള്ളവരെ, ഒരു ആത്മീയ മെച്യൂരിറ്റി അപ്പോഴും പൗലോസ് പറയുകയാണ്, ആ ശൈശവം മാറ്റിവെച്ചിട്ട്, ആ ശിശുത്വത്തിന്റെ മനോഭാവത്തിൽ നിന്ന് മാറ്റിവെച്ചിട്ട് ഒരു മെച്യൂരിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പക്വതയിലേക്ക് വരുവാൻ പരിശുദ്ധാത്മാവ് ഈ വാക്യങ്ങൾ കൂടി നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ആത്മീയ വിഷയങ്ങളിൽ ശൈശവത്തിൽ തുടരാൻ എപ്പോഴും നമ്മുടെ മേലൊരു പോരാട്ടമുണ്ട്. നമുക്ക് എപ്പോഴും ആ ശൈശവത്തിൽ, അല്ലെങ്കിൽ ശിശുവിന്റെ ആ അനുഭവത്തിൽ നിൽക്കുവാനായിട്ട് ആണ് എപ്പോഴും നമുക്ക് താല്പര്യം. എപ്പോഴും കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മാതാപിതാക്കളുണ്ട്, പ്രൊവൈഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുണ്ട്. അതിന്റെ ഒരു കൺസിഡറേഷൻ എല്ലാ വിധത്തിലുമുണ്ട്. അതുകൊണ്ട് എപ്പോഴും നാം എന്ത് ചെയ്യും, ആ ആത്മീയ ആ ശൈശവത്തിൽ തന്നെ തുടരുവാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്ക വിശ്വാസികളും എന്നുള്ളത് അതൊരു ദുഃഖ യാഥാർത്ഥ്യമാണ്. അതിനൊരു ഒന്നുകൊണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, മധ്യസ്ഥനായി കർത്താവ് ഉള്ളപ്പോൾ നമ്മുടെ അടുക്കൽ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക്, നമ്മുടെ എല്ലാം മധ്യസ്ഥനായി നമ്മുടെ അടുക്കൽ നമ്മുടെ കർത്താവ് ഉള്ളപ്പോൾ വേറൊരു മധ്യസ്ഥനെ അന്വേഷിച്ചു പോകുന്നവർ, ഞാൻ പറയുന്നത് മരിച്ചുപോയ വ്യക്തികളെ മധ്യസ്ഥയാക്കുന്നവർ മാത്രമല്ല, ഇപ്പോൾ ജീവിക്കുന്ന വ്യക്തികളെ മധ്യസ്ഥതയാക്കുന്നവർ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അബ്ബാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിന്റെ അടുക്കൽ വരെ ചെല്ലുവാനുള്ള ആ ഒരു ഭാഗ്യവും പ്രാഗൽഭ്യവും അനുവാദവും ലഭിച്ചിരിക്കെ തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ മറ്റുള്ളവരുടെ മുമ്പാകെ കൊണ്ടുപോയി ആ ഒരു നിലയിലേക്ക് അങ്ങനെ അതിനെ ഏൽപ്പിച്ച് തള്ളിക്കളയുന്ന അനുഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്ക് ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പ്രിയമുള്ളവരെ, ഒരു പുരുഷത്വത്തിലേക്ക് നമ്മൾ വളരട്ടെ. നാം പ്രാപിച്ചിരിക്കുന്ന ആ ചെറിയ കാലഘട്ടത്തിന് ശേഷം ഒരു പുതിയ പക്വതയിലേക്കും, ഒരു പുതിയ ദൈവകൃപയിലേക്കും, പുതിയതായ ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്നുകൂടെ വളരുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പൗലോസ് വീണ്ടും തന്റെ ലേഖനത്തിൽ ഓർപ്പിക്കുകയാണ്, 14-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ പറയാണ്, സഹോദരന്മാരെ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ, ബുദ്ധിയിൽ മുതിർന്നവരാകുവിൻ. പ്രിയമുള്ളവർ, ഇവിടെ പറയുന്നത് തിന്മയിൽ, ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ. അതായത് ആത്മീയ വിഷയങ്ങളിൽ ശിശുക്കളായിരിക്കരുത്. പുതിയൊരു തലങ്ങളിലേക്ക്, പുതിയൊരു അനുഭവങ്ങളിലേക്ക് വളരുവാൻ വേണ്ടി അവിടെ പറയാണ്. ഇവിടെ പറയുന്നത് തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പീൻ. അതായത് തിന്മയിൽ പുതിയ ഗവേഷണമോ പഠനമോ ഒന്നും നമുക്ക് വേണ്ട, അല്ലെങ്കിൽ തിന്മ എങ്ങനെ വികസിപ്പിക്കാമെന്നോ തിന്മയെ കുറിച്ച് ചിന്തിക്കുവാനോ ഒന്നുമല്ല നമ്മുടെ സമയം
സമയമുള്ളത് അതിനെയൊക്കെ എത്രയും പെട്ടെന്ന് ഇല്ലായ്മ ചെയ്തുകൊണ്ട് ക്രിസ്തുയേശുവിൽ വളരുവാൻ അല്ലെങ്കിൽ ബുദ്ധിയിൽ വളരുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പൗലോസ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ മാതൃക പിന്തുടർന്ന് ക്രിസ്തു എന്ന തലയോളം വളരണം. 4-14 വാക്യം അങ്ങനെയാണ് പറയുന്നത്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളാൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിന്റെ ഓരോ കാറ്റിനാൽ അഴഞ്ഞുലയുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിന്റെ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിനും വളരുവാനിടയാകും. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു വളർച്ചയ്ക്ക് വേണ്ടി നമ്മളെ ഓരോരുത്തരെയും ദൈവത്തിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം ആ നിലയിൽ നമ്മളെ എടുത്ത് ഉപയോഗിക്കട്ടെ. യോഹന്നാൻ തന്റെ ലേഖനത്തിലൂടെ പറയുന്ന ഒന്നിട്ട് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് മടങ്ങി വരാം, നമ്മുടെ ചിന്തയിലേക്ക് മടങ്ങി വരാം. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പറയുന്നത്, പരീക്ഷകളെ ജയിക്കുന്നതിലൂടെ നാം നമ്മുടെ ആത്മീയ വളർച്ചകളെ പ്രകടിപ്പിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 14-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, പിതാക്കന്മാരെ ആദ്യം മുതലുള്ളവനെ നിങ്ങൾ അറിഞ്ഞിരിക്കാൻ ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ബാല്യക്കാരെ, അവിടെയാണ് പറയുന്നത്, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു പരീക്ഷകളെ അല്ലെങ്കിൽ ദുഷ്ടനെ ജയിച്ചിരിക്കുന്ന ഒരു അനുഭവം അത് നമ്മുടെ ആത്മീയ വളർച്ചയുടെ അതിന്റെ അടയാളമാണ്. ഈ ദിവസങ്ങളിൽ ദുഷ്ടനെ ജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, പരീക്ഷകൾ നമ്മുടെ നേരെ വരുന്ന പരീക്ഷകളാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതിനെ ജയിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് ആത്മീയ വളർച്ചയുണ്ട്. നാം ആത്മീയ മെച്യൂരിറ്റിയിലേക്ക് അല്ലെങ്കിൽ ആത്മീയ പക്വതയിലേക്കുള്ള പാതയിലാണ്. നമുക്ക് അതിനായി നമ്മളെ ദൈവത്തിന്റെ കാര്യത്തിലേക്ക് ഏൽപ്പിക്കാം. യോഹന്നാൻ എഴുതിയ ഒരു വാക്യം കൂടെ ഞങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരട്ടെ. അവനാൽ പ്രാപിച്ച് 2-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, അവനാൽ പ്രാപിച്ചും അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആരും നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമല്ല, അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയാലും അത് ബോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പീൻ. പ്രിയമുള്ളവരെ, ആ ഒരു തലത്തിലേക്ക് ആയിത്തീരുവാൻ, ആ ഒരു തലത്തിലേക്ക് വളർന്നു വരുവാൻ നമുക്ക് നമ്മളെ തന്നെ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനിത് ഈ ഭാഗം ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാനിത് കൺക്ലൂഡ് ചെയ്യട്ടെ. ശക്തരാകണം. ദൈവസന്നിധിയിൽ നാം ദൈവത്തിന്റെ കരത്തിൽ നാം ശക്തരാകണം. ദൈവവചനം നമ്മിൽ വസിക്കണം. ദുഷ്ടനെ ജയിക്കണം. സകലത്തിനും ദൈവത്താൽ പ്രാപിച്ചിരിക്കുന്ന അഭിഷേകം നമ്മെ നടത്തണം. സകലത്തിനും അല്ലെങ്കിൽ സകല കാര്യത്തിലും ആ നിലയിൽ നമ്മളെ കൊണ്ടുപോകണം. അതിന് നാം എന്ത് ചെയ്യണം? നാം അവനിൽ വസിക്കണം. കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ ഫലം നൽകുകയില്ല എന്ന ബോധ്യം നാം പ്രാപിക്കണം. അതുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ, കർത്താവിൽ വസിപ്പാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ചിന്തയിലേക്ക് മടങ്ങി വരട്ടെ. എബ്രായ ലേഖനം 15-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിലേക്ക് മടങ്ങി വരാം. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, വിശ്വാസത്താൽ, ഞാൻ 24-26 വാക്യങ്ങൾ വായിക്കുന്നു. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇവിടെ ആദ്യം തന്നെ പറയുന്നത് വിശ്വാസത്താൽ മോശ വളർന്നപ്പോൾ. നമുക്കറിയാം, സ്തേഫാനോസ് രക്തസാക്ഷി ആകുന്നതിന് തൊട്ട് മുമ്പ് പ്രസിദ്ധമായ ഒരു പ്രസംഗം തന്നെയുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രസംഗത്തിൽ മോശയുടെ വളർച്ചയെ കുറിച്ച് പറയുന്നത് 7-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, മോശ മിസ്രൈമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ച് വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി തീർന്നു. ഇങ്ങനെ വളർന്നു വന്ന മോശ വിശ്വാസത്തിന്റെ ഒരു പുതിയ തീരുമാനത്തിലേക്ക് ചുവടുകൾ വെക്കുന്നു. നമുക്കറിയാം, ആ മോശ 3 മാസം മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ നിന്ന് വിട്ടു. അവിടെ കൊട്ടാരത്തിൽ വന്നു. മാതാപിതാക്കളെ മുലകൊടുത്ത് അവൻ വളർത്തപ്പെട്ടു. ഇതൊക്കെ കഴിഞ്ഞ് താൻ തന്റെ വലിയ അനുഭവത്തിലേക്ക് അല്ലെങ്കിൽ ആ പുതുക്കിയ അനുഭവങ്ങളിലേക്കൊക്കെ താൻ വളർന്നു വരുന്ന ആ സമയത്ത് അവൻ പുതിയ തീരുമാനങ്ങളിലേക്കൊക്കെ സ്റ്റെപ്പ് വെക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിൽ തുടരുവാൻ നിർബന്ധിക്കുന്ന ഫറവോ രാജകുടുംബാംഗങ്ങളെ വകവെക്കാതെ താൻ തന്റെ നിയോഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മുമ്പുണ്ടായിരുന്ന സ്ഥിതി എന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൻ രാജാവിന്റെ പൈതലായിരുന്നു. ഫറവോയുടെ മകന്റെ പുത്രൻ എന്ന ആ ഒരു പദവിക്കൊക്കെ യോഗ്യനായിരുന്നു. അടുത്ത ഫറവോയ്ക്ക് തുല്യമായ നിലയിൽ അവനെ വളർത്തിക്കൊണ്ടുവരികയായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വരുന്നുണ്ട്, ഞാൻ അപ്പൊ പറയാം. അങ്ങനെ വരുന്ന അതിനൊക്കെ വകവെക്കാതെ അന്നേരം ആ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പുതിയ തീരുമാനത്തിലേക്കൊക്കെ പോകുമ്പോൾ, വേണ്ടാത്തൊരു തീരുമാനത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ അവരെ നിർബന്ധിക്കാതെ തടയുന്നത് പോലെ, അവരെ ഉപദേശിക്കുന്നത് പോലെ, അതുപോലെ ഒരു നല്ല തീരുമാനമല്ല എന്ന് കരുതിക്കൊണ്ട് അവരെ ആ നിലയിലൊക്കെ ഉപദേശിക്കുന്ന ആ ഫറവോ രാജകുടുംബാംഗങ്ങളുടെ അതിനെയൊന്നും വകവെക്കാതെ താൻ തന്റെ നിയോഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതൊരിക്കലും ആ നിയോഗം ഒരിക്കലും ഒരു കൂമത്ത് പിരിച്ച ഒരു പാതയായിരുന്നില്ല. അത് പാതയായിരുന്നില്ല എന്ന് പറയാൻ കാരണം, ഇറങ്ങി പുറപ്പെട്ടതിനെ സംശയിച്ചു പോകുന്ന സാഹചര്യങ്ങൾ തന്റെ മുമ്പാകെ തന്നെ തേടി വരുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ നമുക്കുണ്ട്. നമ്മുടെ ദൈവവിശ്വാസത്തിൽ നാം സ്റ്റെപ്പ് വെച്ച് വരുമ്പോൾ, നാം ദൈവത്തിന്റെ മുമ്പാകെ ഇറങ്ങി വരുമ്പോൾ, ദൈവമേ, ഒരു മറുപടി പോലും നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നോ വിശ്വാസ സമൂഹത്തിൽ നിന്നോ ഇവൻ ദൈവത്തിൽ നിന്നോ കേൾക്കുന്നില്ല എന്ന് തോന്നുന്ന ആ
സന്ദർഭങ്ങളിൽ ഇറങ്ങി പുറപ്പെട്ടതിനെ സംശയിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങൾ. ഇങ്ങനെയൊക്കെയാണോ എന്നുള്ളതൊക്കെ ആ പ്രതിസന്ധികളുടെ ആ മൂർധന്യത്തിൽ അങ്ങനെയൊക്കെ തോന്നിപ്പോകാറുണ്ട്. പ്രിയമുള്ളവരെ, ആരൊക്കെ കൂടെയില്ലെങ്കിലും ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന മോശയെ പോലെ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ അത് തക്കതായ വിധത്തിൽ തന്നെ അതിനെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. അതിനാണ് ഈ വചനങ്ങളിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയിൽ പൂർത്തീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയും. ആ നിയോഗം ഏറ്റെടുത്ത് അതിനെ പൂർത്തീകരിക്കാൻ കർത്താവിന്റെ കരുത്തിൽ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് മോശ തന്റെ ആദ്യം തന്നെ ശുശ്രൂഷ ആരംഭിക്കുവാൻ ആഗ്രഹിച്ചത് തന്റെ സഹോദരന്മാരുടെ ഇടയിലായിരുന്നു. പക്ഷേ സഹോദരന്മാർ അംഗീകരിച്ചില്ല. അത് അവന്റെ ജീവിതത്തിൽ അങ്ങോളം അതും ഉണ്ടായിരുന്നു. ആ സംശയം, സഹോദരന്മാരെ ഇനി അംഗീകരിക്കുമോ എന്നുള്ള സംശയം അങ്ങോളം അത് ഉള്ളതായി കാണുന്നുണ്ട്. ആ മരുഭൂമിയിൽ ആ മുൾപടർപ്പിന്റെ തീയുടെ സമയത്ത് അവിടെ നിന്ന് ദൈവത്തോട് തന്റെ സംശയം വീണ്ടും അവൻ പ്രകടമാക്കുന്നുണ്ട്. ദൈവം പ്രത്യക്ഷനാകുന്ന സമയത്ത് അവൻ പറയുന്നുണ്ട്, തന്റെ സഹോദരന്മാർ എന്നെ അംഗീകരിക്കുമോ, എന്നെ മനസ്സിലാക്കുമോ, ഞാൻ പറയുന്നവർ കേൾക്കുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നതൊക്കെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അത്രയും വലിയ പ്രതിസന്ധി അവന്റെ ജീവിതത്തിലുണ്ടായി. എങ്കിലും ദൈവത്തിന്റെ കരത്തിൽ ആശ്രയിച്ചുകൊണ്ട് അവനെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ ജീവിതം അത് പൂർത്തീകരിപ്പാൻ, നിയോഗങ്ങൾ പൂർത്തീകരിപ്പാൻ കർത്താവിന്റെ കരത്തിൽ അവനെ ഏൽപ്പിച്ചതുകൊണ്ട് അതെല്ലാം ചെയ്തെടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്നെ മോശയെ വെള്ളത്തിൽ നിന്ന് എടുത്തത് നമുക്കറിയാം. ഫറവോന്റെ പുത്രി എടുക്കുന്ന സന്ദർഭങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. തന്നെ വെള്ളത്തിൽ നിന്ന് എടുത്ത അതിനെ തുടർന്ന് തനിക്കൊരു പേരിട്ടത്, സ്വന്തം മകനായി അവനെ ദത്തെടുത്തത്, അങ്ങനെ കൂടാതെ ഫറവോയുടെ പിൻഗാമിയാകാൻ തക്ക പരിശീലനം നൽകി ഒരുക്കിയെടുത്ത ആ ഫറവോന്റെ പുത്രിയുടെ ആഗ്രഹങ്ങളെയും അഭ്യർത്ഥനകളും ഒക്കെ നിരസിച്ചിട്ടാണ് ഈ വിശ്വാസമായിട്ടുള്ള ഈ വിശ്വാസ ജീവിത പാത മോശ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതിനൊരു കാരണമേ ഉള്ളൂ, താൻ വിശ്വാസത്താൽ കണ്ട ദത്തെടുപ്പ്. നമുക്കറിയാം, ഫറവോന്റെ പുത്രിയുടെ മകനായി അവനെ ദത്തെടുത്തെങ്കിലും അതിനേക്കാൾ ഒരു വലിയ ദത്തെടുപ്പ് വിശ്വാസത്താൽ അവൻ കണ്ടു എന്നുള്ളതാണ്. അത് ഭൂമിയിലെ ഏറ്റവും വലിയ ദത്തെടുപ്പിനേക്കാൾ ശ്രേഷ്ഠമാണ്. ഒരു രാജാവിന്റെ മകനായി ദത്തെടുക്കുന്നതിനേക്കാളും അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദത്തെടുപ്പ് ക്രിസ്തുയേശുവിൽ കൂടെ തനിക്ക്. ക്രിസ്തുയേശുവിന്റെ നിന്ന എന്നുള്ള പദം പിന്നീട് വരുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് ക്രിസ്തുയേശുവിൽ കൂടെയുള്ള ഒരു ദത്തെടുപ്പ് അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് മോശ മനസ്സിലാക്കി. ഇന്നത്തെ ഈ രാത്രിയിൽ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ഞാൻ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് ഞാൻ ഒരു ചിന്ത ഇട്ടു തരട്ടെ. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ദത്തെടുപ്പ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു ഭാഗ്യ പദവി, അത് ഈ ഭൂമിയിലെ ഏത് പദവിയേക്കാളും ശ്രേഷ്ഠമാണ്. അത് നമ്മളെ എപ്പോഴും ഉത്തേജിപ്പിക്കട്ടെ. അത് നമ്മുടെ വിശ്വാസ ജീവിതം പൂർത്തീകരിക്കുവാൻ വേണ്ടി നമ്മളെ എപ്പോഴും ധൈര്യപ്പെടുത്തുന്നതാകട്ടെ. അതെപ്പോഴും നമ്മുടെ ഏറ്റവും ഉള്ളിൽ അത് കുറിച്ചിടപ്പെടട്ടെ. എപ്പോഴും നമ്മളെ ധൈര്യപ്പെടുത്തും. ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നമുക്ക് ലഭിച്ചിരിക്കുന്ന ദത്തെടുപ്പ്, നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ഭാഗ്യ പദവി അതെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ വരികയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് മുമ്പാകെ വരുന്ന പ്രതിസന്ധികളെ വളരെ എളുപ്പത്തിൽ, വളരെ ഈസി ആയിട്ട് അതിനൊക്കെ തരണം ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. കർത്താവ് അതിനെ നമ്മളെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഞാൻ മുന്നോട്ട് പോകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ ഈ പറഞ്ഞ ആ വാക്കിൽ ഒന്നുകൂടെ ഞാൻ ചേർത്ത് എഫേസ്യ ലേഖനത്തിന്റെ ആ പാട്ടോട് ചേർത്ത് ഞാൻ പറയട്ടെ. ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ തെരഞ്ഞെടുത്ത് കാലസമ്പൂർണതയിൽ ആത്മീയ ദത്തെടുപ്പ് പ്രാപിച്ച ദൈവമക്കളായ നമുക്ക് അതിന്റെ മഹത്വം കാണാൻ കഴിയുന്നുണ്ടോ? നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചിന്തിപ്പാനായിട്ട് കൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. മോശ അതിനെ കണ്ടു, മനസ്സിലാക്കി, അവൻ അതിനായി ഇറങ്ങി പുറപ്പെട്ടു. തന്റെ നിയോഗങ്ങളെ പൂർത്തീകരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ നമുക്ക് ആ മഹത്വം കാണാൻ കഴിയുന്നുണ്ടോ? പലപ്പോഴും ലോക കാര്യങ്ങളൊക്കെ വരുമ്പോൾ പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭൂമിയിലെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നാം മാറിപ്പോകാറില്ലേ? ആ ദൈവം ആഗ്രഹിക്കുന്ന ആ ആത്മീയ ജീവിതത്തിന്റെ വിലകളൊക്കെ പലപ്പോഴും നാം മാറ്റിവെക്കാറില്ലേ? ചില സമയത്തേക്ക് നാം കണ്ടില്ല എന്ന് നടിക്കാറില്ലേ? പ്രിയമുള്ളവരെ, അതിനൊന്നും ഇടവരുത്തരുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദത്തെടുപ്പ് അത്ര ശ്രേഷ്ഠമാണെന്നുള്ളത്. കാരണം അന്നുണ്ടായിരുന്ന ഏറ്റവും വലിയ രാജകുടുംബത്തിന്റെ അവരുടെ ഏറ്റവും വലിയ ഓഫർ, അവർ അതിനുവേണ്ടി ട്രെയിൻ ചെയ്തുകൊണ്ട് അതിനുവേണ്ടി പരിശീലനം കൊടുത്തു കൊണ്ടുവന്ന മോശയ്ക്ക് അതിനുവേണ്ടി ആ രീതിയിൽ തന്നെ വളർന്നു വന്ന അതിനെയൊക്കെ അവൻ വേണ്ടാന്ന് വെച്ചിട്ട് ഒന്നുമില്ലാത്തത് തെരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവസന്നിധി നമുക്ക് ലഭിച്ചിരിക്കുന്ന ദത്തെടുപ്പിന്റെ മൂല്യം, അതിന്റെ ആഴം നാം മറന്നു പോകരുതേ. അത് എപ്പോഴും നമുക്ക് മുന്നിൽ ഓർമ്മയോടിരിക്കട്ടെ. അത് ശ്രേഷ്ഠമാണ്, അത് വിലയേറിയതാണ്. ആത്മാവിലെ അതിന്റെ വിലയും മഹത്വവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഞാൻ മുന്നോട്ട് പോട്ടെ. ഇവിടെ ഞാൻ ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറഞ്ഞിട്ട് ഞാൻ അടുത്ത ഇതിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിലെ ചില കടപ്പാടുകൾ നമുക്കറിയാം. മോശയോട് നോക്കുകയാണെങ്കിൽ അവന് ചില കടപ്പാടുകളുണ്ട്. അവന്റെ മാതാവായിരുന്നു, അവന്റെ വളർത്തമ്മയായിരുന്നു, അവനൊരു പേര് കിട്ടി, അവനൊരു അഡ്രസ്സ് കിട്ടി, അവന്റെ ശരീരം, അവന്റെ വിദ്യാഭ്യാസമാകട്ടെ, അവന് കിട്ടിയ ട്രെയിനിങ് ആകട്ടെ, അതിനെല്ലാം പല കടപ്പാടുകളുണ്ട്. പക്ഷെ ഈ കടപ്പാടുകൾ അവന്റെ വലിയൊരു മഹത്തരമായ പ്രതിഫലം നഷ്ടപ്പെടുവാൻ ഇടവരാതെ അവനൊരു പുതിയ തീരുമാനത്തിലേക്ക് വെച്ചു. പലപ്പോഴും നമ്മൾ കടപ്പാടുകളെ നോക്കി നിൽക്കുകയാണെങ്കിൽ, ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ ലോകത്തിലെ ചില കടപ്പാടുകൾക്ക് മുമ്പാകെ നാം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ
ചിലപ്പോൾ മഹത്തരവും വിലയേറിയതുമായ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടുവാൻ ഇടയാകും. ആത്മാവിൽ വിവേചിച്ചിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കുവാൻ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. അടുത്ത് നമുക്ക് വാക്യം കാണുന്നത്, ആ ഭാഗത്തിൽ നമുക്ക് കാണുന്നത് മോശയുടെ ജീവിതത്തിൽ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെ കുറിച്ച് ഒരു വെളിപ്പാട്, പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെ കുറിച്ചുള്ള വെളിപ്പാട്. പ്രിയമുള്ളവരെ, അല്പകാലത്തേക്കുള്ള പാപത്തിന്റെ സുഖം. സങ്കീർത്തനം 1-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളിൽ നമുക്ക് ഇങ്ങനെയാണ് വായിക്കാൻ കാണുന്നത്: ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെയും യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. അവിടെ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെയും പാപികളുടെ വഴിയിൽ നിൽക്കാതെയും പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കുക, നമുക്ക് മനഃപ്പാടമുള്ള വാക്യമാണല്ലോ. അറിയാം, ദുഷ്ടന്മാരുടെ ആലോചനയിലും പാപികളുടെ വഴിയിലും പരിഹാസികളുടെ ഇരിപ്പിടത്തിലും ഒരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഒരു സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അവിടെ പോകുന്നത്. ആ സന്തോഷം അത് താൽക്കാലികമാണെങ്കിലും അത് പ്രകടമായ നിലയിൽ അനുഭവിക്കുന്നവരാണ് ഈ ലോകത്തിനുള്ള ദൈവകൃപ അനുഭവിക്കാത്ത ജനങ്ങൾ എല്ലാവരും. അവരതുകൊണ്ടാണ് ഈ ദുഷ്ടന്മാരുടെ ആലോചനയിലേക്ക് പോകുന്നതും പാപികളുടെ വഴിയിൽ പോയി നിന്ന് അതിൽ സന്തോഷിക്കുന്നു, പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ പോയി അതിലെ ഹാസം രസിക്കുന്നതും ഒക്കെ, അതിനൊക്കെ ഇടവരുന്നതിന് കാരണം എന്ത് ചെയ്യുന്നുണ്ട്? അതിലൊരു സന്തോഷമുള്ളത് കൊണ്ടാണ്. എന്നാൽ അതിനെ തള്ളി ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവരാണ് ദൈവത്തിങ്കിൽ സന്തോഷിക്കുന്നത്, ദൈവത്തിങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിങ്കിലെ സന്തോഷം അനുഭവിക്കാൻ ഇടയാകുന്നത്. അതാണ് ശാശ്വതമായതാണ്, അതാണ് നിലനിൽക്കുന്നത്. അതൊരു ആത്മീയ കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടിലേക്ക് വരുവാൻ കഴിയുമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നുണ്ടോ നമ്മുടെ ഈ താൽക്കാലിക ഭോഗത്തെ അല്ലെങ്കിൽ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെയൊക്കെ തള്ളിക്കളയാൻ കഴിയുന്നുള്ളൂ. മോശം അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. നമ്മുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഈ തിരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്? നമ്മുടെ പ്രതിഫലത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്തായിരുന്നു? മോശയ്ക്ക് ലഭിക്കാമായിരുന്ന അത്രയും ലോകമഹത്വം അതൊന്നും നമുക്കില്ല. നമുക്ക് ലഭിച്ച നമ്മുടെ ലോകമഹത്വം എന്ന് പറയുന്നത് അതിനേക്കാളൊക്കെ എത്രയോ താഴെയാണ്. എന്നാൽ അത്രയും ലോകമഹത്വം അതിനെയൊക്കെ വിട്ടിട്ട് താൻ തിരഞ്ഞെടുത്ത പാത അത് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ ആ പാത ആർക്കും തന്നെ മനസ്സിലാകത്തില്ല. ഫറവോയ്ക്ക് മനസ്സിലാകത്തില്ല, ഫറവോ രാജകുടുംബത്തിലെ ആർക്കും മനസ്സിലാകത്തില്ല. മിസ്രൈമിൽ അവൻ രാജാവായി വരണം അല്ലെങ്കിൽ നേതാവായി വരണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന തന്റെ അനുയായികൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല. ഇവൻ ഇസ്രായേൽ ജനങ്ങൾക്കും മനസ്സിലായില്ല. അവൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ആ പാത അത് ആർക്കും മനസ്സിലാകില്ല. പക്ഷെ വിശ്വാസത്താൽ അത് മിസ്രൈമിലെ ഒരു വലിയ നിക്ഷേപങ്ങളെക്കാൾ വലിയതായി മോശ എണ്ണുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് കാരണം അതിനേക്കാൾ ഒരു വലിയ നിക്ഷേപം ദൈവം അവനിൽ കണ്ടു, അല്ലെങ്കിൽ നമ്മളിൽ ഉണ്ട്. അതിനേക്കാൾ ഒരു വലിയ നിക്ഷേപം ദൈവം നമ്മളിൽ കാണുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിരിക്കുന്നത് സർവ്വലോകത്തെക്കാളും വിലയേറിയതായ ഒരു ആത്മാവാണല്ലോ നമ്മുടെ ഉള്ളത്. അതൊരു മിസ്രൈമിലെ അതിനേക്കാൾ വിലയേറിയ ഒരു നിക്ഷേപം നമ്മുടെ മേളിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ദൈവം കാണുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതായത് മിസ്രൈമിലെ രാജാവും മിസ്രൈമിലെ നിക്ഷേപങ്ങളൊക്കെ വലുതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിനേക്കാൾ വലിയൊരു നിക്ഷേപം ദൈവം നമ്മിൽ കാണുന്നുണ്ട്. മിസ്രൈമിലെ രാജാവും ജനങ്ങളും മറ്റുള്ള പ്രമുഖരും, അത് അവന്റെ അനുയായികളാകട്ടെ, അവനെ ആരാധിക്കുന്നവരാകട്ടെ, അവരൊക്കെ മോശയിൽ കണ്ടതിനേക്കാൾ ശ്രേഷ്ഠമായത് ഒന്ന് ദൈവം മോശയിൽ കണ്ടു. നമ്മൾ ഓരോരുത്തരെയും നമ്മളുടെ പ്രിയപ്പെട്ടവർ നമ്മളിൽ കാണുന്ന അതിനേക്കാൾ ഒരു മഹത്വം, അതിനേക്കാൾ വിലയേറിയതായിട്ടൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ദൈവം നമ്മളിൽ കാണുന്നുണ്ട്. അത് മോശ തിരിച്ചറിഞ്ഞു. ആത്മാവിൽ തിരിച്ചറിഞ്ഞത് കൊണ്ട് ആ മഹത്വത്തെ അതിനെ തള്ളിയിട്ട് വിലയേറിയതൊന്നിനെ തിരഞ്ഞെടുക്കുവാൻ മോശ, നിലനിൽക്കുന്ന ഒന്നിനെ തിരഞ്ഞെടുക്കുവാൻ, സ്ഥായിയായ ഒന്നിനെ തിരഞ്ഞെടുക്കുവാൻ മോശ അവിടെ ഇടയായി എന്നുള്ളത് നമുക്ക് ആ ഭാഗത്തുനിന്ന് മനസ്സിലാക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, അടുത്തൊരു ഭാഗം നമുക്കിവിടെ കാണുന്നത് ക്രിസ്തുവിന്റെ നിന്ന അനുഭവിപ്പാൻ തിരഞ്ഞെടുത്തു. ക്രിസ്തുവിന്റെ നിന്ന. എന്താണ് ക്രിസ്തുവിന്റെ നിന്ദയുടെ മഹാത്മ്യം? എപ്പോഴും നിന്ന എന്നുള്ളത് ലോകത്തിന് മുമ്പിൽ പറയുമ്പോൾ അതൊരു മോശം കാര്യമാണ്. നിന്ദിക്കപ്പെടുക എന്ന് പറയുമ്പോൾ നമുക്ക് ആർക്കും ഇപ്പോഴും നമ്മൾ ഇത്രയും ആത്മീയമായി വളരുമ്പോഴും നിന്ദിക്കപ്പെടുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളെ ഹട്ട് ചെയ്യാറുണ്ട്, നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കാറുണ്ട്. നിന്ദിക്കപ്പെടുമ്പോൾ, തള്ളപ്പെടുമ്പോൾ അതൊക്കെ എപ്പോഴും ഒരു വേദനയാണ്. എന്നാൽ ക്രിസ്തുവിന്റെ നിന്ദയുടെ മഹാത്മ്യം എന്തുവാണ്? അല്ലെങ്കിൽ ഈ നിന്ദ എങ്ങനെയാണ് ഒരു മഹത്വമായി മാറുന്നത്? നമ്മളൊരു യാക്കോബ് പറയുന്നത് ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് പറയുമ്പോൾ അവിടെയാണ് അതിന്റെ മഹത്വമായി വരുന്നത്. ലോകസ്നേഹത്തിൽ മുഴുകുന്നവർക്ക് നമ്മളെ നിന്ദിക്കുമ്പോൾ അവിടെ എന്തൊക്കെ ലോകസ്നേഹത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ചെയ്തെടുക്കുന്നോ അതൊക്കെ ദൈവത്തിന്റെ മുമ്പാകെ വരുമ്പോൾ അതൊക്കെ നിന്ദയായി മാറുന്നു. അവിടെ കർത്താവിന്റെ പാത തിരഞ്ഞെടുക്കുമ്പോൾ ഈ ലോകസ്നേഹ ശത്രുത്വമാകുമ്പോൾ അവർ നിന്ദിക്കപ്പെടുന്നത് ദൈവസന്നിധിയിൽ മഹത്വമായി മാറുന്നു എന്നുള്ളത് അങ്ങനെയാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നത്? മനുഷ്യൻ പല ത്യാഗങ്ങളും അനുസരിക്കാറുണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ സഹിക്കാറുണ്ട്. അന്നേരം ഇവിടെ ദൈവത്തോടുള്ള തന്റെ സ്നേഹത്തിൽ, ദൈവത്തോടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ദൈവത്തെ ഇഷ്ടപ്പെട്ടതുകൊണ്ട്
ഈ കാര്യങ്ങളെ ഈ ഒരു ത്യാഗമായി അത് സന്തോഷത്തോടെ അനുഭവിപ്പാൻ മോശ തരുന്നു. അന്നേരം അത് അതൊരിക്കലും ഒരു നിന്നയായിട്ട് അനുഭവപ്പെടുന്നില്ല. പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പല സങ്കടങ്ങളിലൂടെ പല പ്രയാസങ്ങളിലൂടെ എന്നൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒത്തിരി ദാരിദ്ര്യമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കുടുംബമാണെങ്കിൽ തന്റെ കുഞ്ഞുങ്ങളൊക്കെ പട്ടിണി കിടക്കുന്ന കാണുമ്പോൾ അവരെത്ര നിന്ന സഹിച്ചിട്ടാണെങ്കിലും, ഏത് താഴ്ന്ന ജോലിയാണെങ്കിലും, കെഞ്ചിയിട്ടാണെങ്കിലും, കടമേടിച്ചിട്ടാണെങ്കിലും അവർക്കൊക്കെ അതൊന്ന് അനുഗ്രഹമാക്കുവാൻ, ആ നിന്ന് സഹിപ്പാൻ അവർ തയ്യാറാകുന്നു. അത് നമ്മുടെയൊക്കെ അനുഭവത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതുപോലെ നമ്മുടെയൊക്കെ ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ ചില നിന്ദകളൊക്കെ എന്തിനും അത്ര അത്യാവശ്യമാണെങ്കിൽ ചില നിന്ദകളൊക്കെ നാം സഹിച്ചിട്ട് അത് നാം നേടാറുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ, ഇവിടെ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നാം അങ്ങനെ നിന്ന് സഹിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിനെ ഏറ്റവും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ നിന്ന അതൊരു മഹത്വമായി മാറും. അതൊരു തേജസ്സേറിയ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പാണ് ഇവിടെ മോശ നമുക്ക് നടത്തുന്നതായിട്ട് കാണാൻ കഴിയുന്നത്. ഞാൻ മുന്നോട്ട് പോകട്ടെ, നമ്മുടെ സമയങ്ങൾ വളരെ പോകുന്നുണ്ടല്ലോ. അതുപോലെ ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുപ്പ് നടത്തിയ ചില ഭക്തന്മാരെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് ഓടിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. രൂത്തിനെ നമുക്കറിയാം. രൂത്തിനെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, രൂത്ത് ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, പഴയ നിയമത്തിൽ മരുഭൂമിയിൽ ഇസ്രായേൽ ജനമായിരുന്നപ്പോൾ അവിടെ അവരെ വഷളാക്കുവാൻ ബിലെയാമിന്റെ ആലോചന പ്രകാരം മോവാബി സ്ത്രീകളുമൊക്കെ വന്ന ആ കുലത്തിൽ നിന്ന് അവിടെ ആ സ്ത്രീകൾ ഇസ്രായേലിന്റെ ഭക്തിയെ നശിപ്പിക്കുവാൻ, അവരുടെ വേർപാടിനെ നശിപ്പിക്കുവാൻ, അവരുടെ ഏകാഗ്രത നശിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ട ആ ശപിക്കപ്പെട്ട് എന്ന് പറയുന്ന ആ ജാതിയുടെ ഇടയിൽ നിന്ന് ദൈവകൃപയിലേക്ക് വരുവാൻ ഒരു തെരഞ്ഞെടുപ്പ്, ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുത്ത് ദൈവകൃപ പ്രാപിച്ച് ആ വംശാവലിയിൽ ഉൾപ്പെടുന്ന ഒരു സ്ത്രീയായി മാറുവാൻ രൂത്തിനെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് പ്രിയമുള്ളവരെ അതൊരു തെരഞ്ഞെടുപ്പാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ, ഒരുപക്ഷെ മോവാബിന്റെ മുമ്പിൽ, അവരുടെ സാഹചര്യത്തിൽ, അവരുടെ കൾച്ചറിൽ, അവരുടെ സംസ്കാരത്തിൽ അതൊക്കെ വ്യത്യസ്തമാണ്, അവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പക്ഷേ ഇന്ന് നമുക്കറിയാം രൂത്ത് തെരഞ്ഞെടുത്ത പാതയുടെ മഹത്വം എന്താണെന്നുള്ളത്. അതൊരു നല്ല തെരഞ്ഞെടുപ്പാണ്. മറ്റൊരു ഉദാഹരണം ശലോമോൻ തന്നെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പറഞ്ഞപ്പോൾ, ഏത് അനുഗ്രഹം വേണമെന്ന് ചോദിച്ചപ്പോൾ തന്നെ തെരഞ്ഞെടുപ്പിനെ ദൈവം ശ്ലാഘിക്കുന്നതായി കാണുന്നുണ്ട്. പക്ഷെ അവസാന കാലഘട്ടത്തിൽ ശലോമോൻ ചില പ്രയാസങ്ങളോട് പോയി നഷ്ടപ്പെട്ടു പോകുന്ന കാണുന്നുണ്ട്. എങ്കിലും ഒരു തെരഞ്ഞെടുപ്പ്, ഒരു ബുദ്ധിപൂർവ്വമുള്ള ഒരു തെരഞ്ഞെടുപ്പിനെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. മറ്റൊരു തെരഞ്ഞെടുപ്പ് പുതിയ നിയമത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മാർത്ത മറിയ സഹോദരിമാരിലെ മറിയ, അവളുടെ ഒരു നല്ല അംശം തെരഞ്ഞെടുത്തു. ആ ചിന്ത നമുക്ക് അറിയാമല്ലോ. എന്നാൽ അതിൽ കൂടുതൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ്, കർത്താവിൽ നിന്ന് പ്രാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതായത് സർവ്വലോകത്തെക്കാളും വിലയേറിയ ആത്മാവിനെ സുരക്ഷിതമാക്കുന്നതിൽ കുറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് വേറെയില്ല. അത് നമ്മുടെ ഉള്ളിൽ കൂറിക്കൊള്ളട്ടെ. നമ്മുടെ ആത്മാവിന്റെ വില ആദ്യം മനസ്സിലാക്കട്ടെ. അതിനെ ഏറ്റവും സുരക്ഷിതമാക്കുവാനുള്ള ആ ഒരു ആഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. അതിനുവേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പ്, അതിനുള്ള നല്ല പാത, അതിനുള്ള ഒരു വഴി, അതിനുള്ള വേണ്ടതായ സാഹചര്യങ്ങൾ, അതിനുവേണ്ടിയുള്ള പ്രതികൂലങ്ങളാകട്ടെ, അതിനുവേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പൗലോസ് ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ ആ ആത്മീയ സമ്പത്തിനെ കുറിച്ച്, നമ്മുടെ ഉള്ളിനെ കുറിച്ചൊക്കെ പറയുന്നത് എഫേസ്യ ലേഖനം 1-ാം 17 വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്. അതിന്റെ 17 വാക്യത്തിന്റെ അവസാന ഭാഗം തൊട്ട് നിങ്ങളുടെ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവന്റെ വിളിയാൽ ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാതനം ഇന്നതെന്നും അവന്റെ വല്ലഭത്തിന്റെ ആ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവിന്റെ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയേണ്ടതിനും പ്രാർത്ഥിക്കുന്നു. അതായത് നമ്മളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ അതിന്റെ ആഴവും വീതിയും നീളവും ഉയരവും ഗ്രഹിക്കാനാവൂ. പ്രിയമുള്ളവരെ, അതിനായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായി പ്രാർത്ഥനയുടെ കർത്താവിന്റെ സമീപ നമുക്ക് ചെല്ലാം. ഇവിടെ പ്രധാനമായും അടങ്ങിയിരിക്കുന്ന സന്ദേശം ഒരു വേർപാടുണ്ട്. നമുക്കറിയാം മോശയുടെ ജീവിതത്തിൽ വരുമ്പോൾ, മോശ മിസ്രൈമിലെ നിക്ഷേപങ്ങളെ ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ അവൻ എന്തൊക്കെയോ ഉപേക്ഷിക്കുന്നത്? ആചാരതലത്തിൽ മിസ്രൈമിലെ പുരോഹിതം, അല്ലെങ്കിൽ മിസ്രൈമിലെ വിഗ്രഹാരാധന, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട് ആചാരതലത്തിൽ. അതുപോലെ പിന്നെ ആത്മീയ തലത്തിൽ അവൻ പുതിയൊരു വഴിയിലേക്ക്, അവിടെയും അവൻ വേർപെട്ട് അവൻ ദൈവസന്നിധിയിലേക്ക് വരികയാണ്. അതുപോലെ പിന്നെ അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ആ മുൾപടർപ്പിന്റെ മുമ്പാകെ വെച്ച് അവനൊരു ദർശനം പ്രാപിക്കുമ്പോൾ അവനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഇത് വിശുദ്ധ ഭൂമിയാണ്, എന്റെ കാലിലെ ചെരുപ്പ് അഴിച്ചു കളയുക എന്ന് പറയുന്ന ആ ആഹ്വാനം അനുസരിച്ച് തന്റെ നടപ്പിനെ അവൻ വിശുദ്ധീകരിക്കുക, തന്റെ നടപ്പിനെ അവൻ ഒരുക്കിയെടുക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, അതാണ് നമ്മളോട് കർത്താവ് പറയുന്നത്. നമ്മുടെ നടപ്പിനെ, അത് ഏത് തലത്തിലാണെങ്കിലും, നമ്മൾ ഔദ്യോഗിക തലത്തിലാകട്ടെ, പേഴ്സണൽ ലൈഫ് ആകട്ടെ, നമ്മുടെ വ്യക്തിപരമായ ജീവിതമാകട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിലാകട്ടെ, അവിടെയൊക്കെ ദൈവത്താനത്ത് വിശദീകരിക്കപ്പെട്ട ഒരു നടപ്പ് നമ്മുടെ മുൻപാകെ ഉണ്ടാകേണ്ടതിന് നമുക്ക് ദൈവത്തിന്റെ കണ്ണിലേക്ക് ഏൽപ്പിക്കാം. ഒരു വേർപാട് എല്ലാ തലങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ മുന്നോട്ട് പോകട്ടെ. അതിന്റെ 27-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ, വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രൈം വിട്ടുപോന്നു. ഇവിടെ നമുക്കറിയാം എബ്രായ ലേഖനം 11-ാം വാക്യത്തിൽ വിശ്വാസം എന്നതോ ആശ്രയിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു എന്നുള്ള വാക്യത്തിൽ തുടങ്ങിയിട്ടാണ് ഈ വിശ്വാസ വീരന്മാരെ കുറിച്ചൊക്കെ പറയുന്നത്. അവിടെ കാണുന്നതും കാണാത്തതുമായ കാര്യങ്ങൾ അവിടെ വ്യക്തമാക്കുകയാണ്. അവിടെ അവൻ മുന്നിൽ അവന്റെ
കണ്ണിന്റെ മുമ്പിൽ കാണുന്ന കാര്യം രാജാവിന്റെ കോപം, രാജാവിന്റെ കൽപ്പന, രാജാവിന്റെ നിർബന്ധങ്ങൾ, രാജകുടുംബങ്ങളുടെ അവരുടെയൊക്കെ നിർബന്ധങ്ങൾ, അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ, അതൊക്കെയാണ് കാണുന്നത്. പക്ഷെ കാണാത്ത ഒരു കാര്യത്തിൽ അവൻ വിശ്വസിക്കുകയാണ്. അതായത് അദൃശ്യ ദൈവം അതിന് തൊട്ടടുത്ത് നിന്ന് അവനെ അനുഗ്രഹിക്കുകയും അവനെ വിളിക്കുകയും അവന് പോകുവാനുള്ള പാത കാണിച്ചു കൊടുക്കുന്ന ഒരു അദൃശ്യ ദൈവത്തെ, അതായത് അവിടെ പറയുന്നത് വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയിൽ പുറപ്പെട്ടു വന്നു. അതായത് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ തന്റെ ജഡത്തിലെ കണ്ണുകൾ കൊണ്ട് നേരത്തെ പറഞ്ഞിരിക്കുന്നതിലെ കണ്ണുകൾ കൊണ്ട് ഭാഗികമായ പല കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഭാഗികമായ ചില ദൈവിക അനുഭവങ്ങളെ കണ്ടിട്ടുണ്ട്. അതിനേക്കാളൊക്കെ പ്രാധാന്യം ആത്മീയ കണ്ണുകളാലുള്ള ഒരു കാഴ്ച. അദൃശ്യ ദൈവം പ്രിയമുള്ളവരെ നമ്മളെ നടത്തുന്ന, നമ്മളെ കൊണ്ടുപോകുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള, നമ്മുടെ കൂടെ ഇരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള, ലോകാവസാനത്തോളം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മൾ ഇനി നിത്യതയിലേക്ക് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഇനിയും മടങ്ങി വരുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ആ കർത്താവിന്റെ സാമീപ്യത്തെ ഒന്ന് ആത്മീയ കണ്ണുകളാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ആ അദൃശ്യ ദൈവത്തെ നമുക്ക് കണ്ടതുപോലെ കാണുവാനുള്ള ആ ഒരു കാഴ്ച, ആ ഒരു പ്രാഗൽഭ്യം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ഫറവോ അവിടെ നിന്ന് ആക്രോശിക്കാം, കൽപ്പനകൾ പുറപ്പെടുവിക്കുന്ന അല്ലെങ്കിൽ അവിടെ മറ്റുള്ളവർ ആ നിലയിലൊക്കെ ഇടപെടുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് നിന്ന് നിന്നെ മാടി വിളിക്കുന്ന ആ വാഗ്ദത്തങ്ങൾ കൊണ്ട് ഉറപ്പു നിർത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അത് കാണുവാൻ ഇന്ന് രാത്രി എന്നെ കൊണ്ടും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ഓരോരുത്തരെ കൊണ്ട് കഴിയുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായ രീതിയിൽ അതിനെ പര്യവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഈ ഭാഗം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഫറവോയ്ക്കോ അഹരോനോ ഇസ്രായേലിയർക്കോ അവർക്കൊന്നും കാണാൻ കഴിഞ്ഞിട്ടില്ല. തന്റെ അടുക്കൽ ഇങ്ങനെ ഒരു അദൃശ്യ ദൈവം നിൽക്കുന്നത് പക്ഷെ മോശ കാണുന്നുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവരൊന്നും നമ്മളെ കണ്ടില്ലെങ്കിലും, നമുക്ക് ചുറ്റുമുള്ളവരൊക്കെ നമുക്ക് പ്രാപിച്ച ആത്മീയ ദർശനത്തെ മനസ്സിലാക്കിയില്ലെങ്കിലും ആ കർത്താവിൽ ആശ്രയിച്ച് ആ വിശ്വാസത്തിൽ ആ കാഴ്ചയിൽ മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിക്കാം. വിശ്വാസത്താലുള്ള ആ കാഴ്ച ഫറവോനെയോ അല്ലെങ്കിൽ ദൈവഹിതത്തിന് വിരോധമായി അവൻ പുറപ്പെടുവിക്കുന്ന കൽപ്പനകളെയോ അതിനെ ഒന്നും അവൻ ഭയപ്പെടുവാൻ ഇടവരുത്തിയില്ല. ആ വിശ്വാസത്താലുള്ള കാഴ്ച അത് വിശ്വാസത്താൽ കാണുകയാണെങ്കിൽ അത് നമുക്ക് മുന്നോട്ട് പോകാം. ഏകദേശം ഞാൻ എന്റെ ഈ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, ഈ ഭാഗത്ത് ഞാൻ പറഞ്ഞ ഇത്രയും കാര്യങ്ങളാണ് വിശ്വാസത്താൽ നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന തലമുറകളെ, വ്യക്തികളെ, അനുവദിച്ച് കിട്ടിയിരിക്കുന്ന സമയം സംരക്ഷിക്കണം. അതിന് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലയാണ്. മറ്റൊന്ന്, വിശ്വാസത്താൽ നമ്മൾ ആത്മീയ പക്വത പ്രാപിക്കുവാൻ അനുവദിച്ച സമയങ്ങളെ തക്കതായ വിധത്തിൽ പ്രയോജനപ്പെടുത്തണം. അതിനായി നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ ചെറിയ ഷോർട്ട് ടൈം കൊണ്ട് ഒരു ആത്മീയ മച്യൂരിറ്റിയിലേക്ക്, ആത്മീയ പക്വതയിലേക്ക് വരുവാൻ നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അടുത്തത്, വിശ്വാസത്താൽ നമ്മുടെ സുരക്ഷിതവും ശാശ്വതമായ നിക്ഷേപം സ്വർഗത്തിലാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഇവിടെ ലോകത്തിന്റെ മുന്നിൽ നമുക്ക് നിന്നയാണ്, അത് ക്രിസ്തുവിന്റെ നിന്നേ ഉള്ളൂ. ഈ ക്രിസ്തുവേശു നാം നിന്ന അത് സാരമില്ല. പക്ഷേ വിശ്വാസത്താൽ നമ്മുടെ നിക്ഷേപം അത് സുരക്ഷിതവും ശാശ്വതമായ സ്വർഗത്തിലാണെന്നുള്ളത് ഇന്ന് രാത്രിയിൽ ഉറപ്പുവരുത്തുവാൻ നമ്മളെ തന്നെ എല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. അടുത്തത്, വിശ്വാസത്താൽ നമ്മളിൽ ഓരോരുത്തരിലും നമ്മുടെ രക്ഷിതാവ് കാണുന്ന ആ മൂല്യം, സർവ്വലോകത്തെക്കാളും വിലയേറിയ ആ മൂല്യം വിശ്വാസത്താൽ നാം ഇന്ന് കാണണം, നാം അതിനെ മനസ്സിലാക്കണം. അടുത്തത്, വിശ്വാസത്താൽ അദൃശ്യവിധം നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും അത് നല്ലതാകട്ടെ ചീത്തയാകട്ടെ നമ്മുടെ അടുത്ത് നിൽക്കുന്ന എന്ന് കണ്ട് നമ്മുടെ കർത്താവിൽ ഉറയ്ക്കുവാൻ, അവനെ കണ്ട് ഈ മറ്റുള്ള കോപങ്ങളെ, മറ്റുള്ള എന്തുമാകട്ടെ, ആ പ്രതിസന്ധി എന്തുമാകട്ടെ, ആ ഭീഷണി എന്തുമാകട്ടെ, അതിന്റെ മുമ്പാകെ ആ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. പ്രിയമുള്ളവരെ, ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒന്നുകൊണ്ട് ഭാഗങ്ങളോട് പറയട്ടെ. എബ്രായ ലേഖനത്തിലെ വിശ്വാസ വീരന്മാർ പലർക്കും കുറെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അനുകൂലമായി തീർന്നിട്ടുണ്ട്. അതായത് നമ്മൾ ദാവീദ് രാജാവിനെ നോക്കുകയാണെങ്കിൽ ആദ്യം അവൻ മരുഭൂമിയിൽ കൂടെ അലഞ്ഞു, അവൻ അഭിഷേകം പ്രാപിച്ചിട്ട് ഒത്തിരി കാലം പിന്നെയും പ്രയാസങ്ങളോടൊക്കെ പോയി അവസാനം എന്ത് ചെയ്യുന്നുണ്ട്, അവനൊരു നല്ല അന്ത്യം കിട്ടി രാജാവായി. അതുപോലെ യോസേഫിനെ കാണുകയാണെങ്കിൽ അവൻ കുറെ പ്രതിസന്ധികളിലൊക്കെ കടന്നുപോയി, അവൻ ഫറവോന്റെ മന്ത്രിയായി. മോശയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും അവനെ തള്ളി, പിന്നെ ഏറ്റവും അവസാനം ഇസ്രായേലിന്റെ ഒരു വലിയ ലീഡറായി. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതായത് അവസാന കാലഘട്ടത്തിൽ കുറെ അനുകൂലമായി തീർന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ ആ അവസാന കാലഘട്ടത്തെ എടുത്തു കാണിച്ച് പ്രസംഗിക്കാറുണ്ട്. അങ്ങനത്തെ മിക്ക പ്രസംഗങ്ങളൊക്കെ കാണാറുണ്ട്. ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അതിനെടുത്ത് കാണിക്കും, പ്രസംഗിക്കാനും ആശ്വസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഈ പറയുന്ന വിശ്വാസ വീരന്മാരുടെ ദർശനങ്ങളൊന്നും ഈ ലോകത്തിൽ അവസാനിക്കുന്നതായിരുന്നില്ല, അതെല്ലാം അപ്പുറത്തേക്ക് നീണ്ടിരുന്നതായെന്ന് എബ്രായ ലേഖനകാരൻ അവിടെ പറയുന്നുണ്ട്. നമുക്കറിയാം, ദാവീദ് തന്റെ മകൻ മരിച്ചപ്പോൾ അവന് വേണ്ടി ഉപവസിച്ച് അവന്റെ ദൈവസന്നിധിയിൽ ഒത്തിരി ഉപവസിക്കുകയും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷെ മകൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ അവൻ വസ്ത്രം ധരിച്ച് ഭക്ഷണം കഴിച്ചായിട്ട് വായിക്കുന്നുണ്ട്. അവൻ അവിടെ പറയുന്നത്
പറയുന്നത് ഇനി ഞാൻ അവന്റെ അടുക്കിലേക്ക് പോവുകയുള്ളൂ എന്നുള്ളത് അവന്റെ പ്രത്യാശയായിരുന്നു. ഈ ലോകത്തിന്റെ അപ്പുറത്തേക്ക് പോകുവാനുള്ള അവന്റെ ആഗ്രഹവും അവന്റെ പ്രത്യാശയും അവന്റെ വിശ്വാസമായിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മറ്റു നമുക്കറിയാം ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നത് കൂടാരങ്ങളിൽ വസിച്ച പിതാക്കന്മാർ അവർ കൃത്യമായും ഈ ഭൂമിയിൽ തീരുന്ന ഒരു കാര്യത്തിലല്ല പ്രത്യാശ വെച്ചിരുന്നത്, അതിനപ്പുറത്തേക്കായിരുന്നു എന്നുള്ളത് എബ്രാഹിം ലേഖനം 13 വാക്യങ്ങളിൽ നമുക്ക് കാണാനുണ്ട്. ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചുകൊള്ളട്ടെ. ഇവരെല്ലാവരും വാഗ്ദത്തം നിവൃത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തുവെങ്കിൽ മടങ്ങി പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയതല്ലോ. ആ വാക്യം നമുക്കറിയാം, ഞാൻ അതിനെ വിശദീകരിക്കുന്നില്ല. എങ്കിലും മോശയുടെ അന്ത്യം പരിശോധിക്കുകയാണെങ്കിൽ അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു, ആ ഭൂമിയിൽ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അവൻ ആ കനാൻ നാട് കാണുക എന്നുള്ളത്. പക്ഷെ ദൈവം അതിനെ അനുവദിച്ചില്ല. വേദപുസ്തകത്തിൽ പരിശോധിക്കുമ്പോൾ അവൻ കല്ലിനെ അടിച്ചു എന്നുള്ളൊരു കാരണം കൊണ്ട് നീ അത് കാണുകയില്ല എന്നൊക്കെ പറയുകയാണെങ്കിലും എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത, മോശയോട് ദൈവം പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറയുന്നത്, മോശയിലൂടെ ദൈവം ചെയ്തെടുക്കേണ്ട ശുശ്രൂഷകൾ അവിടെ തീർന്നു. അവനെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന് മരുഭൂമിയിൽ എത്തിക്കുക എന്നുള്ള ശുശ്രൂഷ തീർന്നു. ഇനി നീ ദൈവസന്നിധിയിൽ വന്ന് വിശ്രമിക്കുക. ഭൂമിയിലെ കനാൻ നാടല്ല, അതിനേക്കാളൊക്കെ അപ്പുറത്ത് ശ്രേഷ്ഠമായ ഒരു, അല്ലെങ്കിൽ ഭൂമിയിലെ കനാൻ നാടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു വിശുദ്ധ സ്ഥലമോ അതൊന്നുമല്ല, അതിനേക്കാളൊക്കെ ശ്രേഷ്ഠമായിട്ടുള്ള സ്വർഗത്താൽ കർത്താവിന്റെ കൈപ്പിണിയാൽ ഒരുക്കപ്പെട്ട ഒരു നഗരം അത് നിനക്ക് വേണ്ടിയുണ്ട്. അവിടേക്കാണ് നിന്റെ ശ്രദ്ധ പോകേണ്ടത്. ഈ ഭൂമിയിലെ ഒരു കനാൻ നാട്ടിൽ പോയി അവിടെ അവസാനിക്കാനുള്ളതല്ല എന്ന് മോശയോട് കർത്താവ് പറയുന്ന, അല്ലെങ്കിൽ കർത്താവ് കൺവേ ചെയ്യുന്ന ഒരു സന്ദേശം നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് ഈ ഭൂമിയിൽ നിന്ന് ഏതെല്ലാം ആത്മീയ അനുഭവത്തിൽ പോയി അതിൽ സന്തോഷിക്കുവാൻ, അതിൽ അടങ്ങുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് നമുക്കൊരു നിത്യതയുണ്ട്. അതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ദൃശ്യം. ഒരുപക്ഷെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ വലിയ ആത്മീയ കാര്യങ്ങൾ, വലിയ ആത്മീയ പ്രവൃത്തികളൊക്കെ നമുക്ക് തമ്മിലൂടെ ദൈവം ചെയ്തെടുത്തേക്കാം. പക്ഷെ അതിലൊന്നുമല്ല നമ്മൾ സന്തോഷിക്കേണ്ടതും, അതിലൊന്നുമല്ല നമ്മൾ അതിൽ നിന്നുമല്ല നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടത്, അതിലൊന്നിലുമല്ല നാം ആശ്വസിക്കേണ്ടത്. അതിനപ്പുറത്ത് ദൈവത്തിന്റെ കൈപ്പണിയാൽ നമുക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു നഗരം, ദൈവത്തോടു കൂടിയുള്ള ഒരു വിശ്രമം, ദൈവത്തോടു കൂടി ആയിരിക്കുന്ന ഒരു നല്ല അനുഭവം, അത് നമ്മുടെ മുമ്പാകെയുണ്ട്. അതായിരിക്കട്ടെ നമ്മുടെ കാഴ്ച, അതായിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം. അതിനായി നമുക്ക് നമ്മളെ തന്നെ ദൈവത്തിന്റെ സന്നിധി സമർപ്പിക്കാം. ഇന്ന് രാത്രി കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്നുകൂടെ പരിശോധിക്കുവാൻ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മയിൽ ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം, പക്ഷെ ഒരു അദൃശ്യ ദൈവം നമ്മുടെ അടുത്തുണ്ട്, ഒരു ദൈവിക സാന്നിധ്യം നമ്മുടെ അടുത്തുണ്ട്. പ്രതികൂലങ്ങളുണ്ട്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും വിവേചിക്കുവാനോ ആർക്കും മനസ്സിലാക്കുവാൻ കഴിയാത്ത ഒരു പാതയായിരിക്കും നാം തിരഞ്ഞെടുത്തത്. ഭയപ്പെടേണ്ട, കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അവൻ നമ്മളെ നടത്തുവാൻ ആ ദൈവിക സാന്നിധ്യം മോശ ഉറപ്പുവരുത്തിയതുപോലെ, മോശ നിന്റെ സാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ ഞാൻ പുറപ്പെടുകയില്ല എന്ന് പറഞ്ഞ മോശയെ പോലെ ദൈവിക സാന്നിധ്യം ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മുടെ ക്രിസ്തു ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ വേറൊന്നിനെയും ഭയപ്പെടേണ്ട എന്ന് ഇന്ന് രാത്രി കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. വേറൊന്നിനെയും ഭയപ്പെടേണ്ട, കർത്താവിൽ ആശ്രയിക്കുക. ഈ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ, പല നിയോഗങ്ങളെ കുറിച്ച് ഞാൻ ഇന്ന് രാത്രി പറഞ്ഞു, അതിനെയൊക്കെ പൂർത്തീകരിപ്പാൻ നമ്മുടെ ജീവിതത്തിൽ നമ്മളാൽ ചിലരെ നടത്തുവാൻ, നമ്മുടെ ജീവിതത്തിൽ ആത്മീയ പക്വത വരുത്തുവാൻ, നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ പൂർത്തി വരുത്തുവാൻ, ദൈവകൃപയിൽ ആ ക്രിസ്തുയേശു എന്ന തലയോളം വളരുവാൻ, അതിനൊക്കെ ഇന്ന് രാത്രി ഇടവരുവാൻ ഒരു പുതിയ തീരുമാനത്തിലേക്ക്, പുതിയൊരു സമർപ്പണത്തിലേക്ക്, പുതിയൊരു ആഗ്രഹത്തിലേക്ക് കർത്താവ് നമ്മളെ കൊണ്ടുവരട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.